ചുരിദാർ തയ്ക്കാനായിട്ടേ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് വശത്ത് കുറച്ച് തുണി വേസ്റ്റായിട്ട് പോകാറില്ലേ. ഞാൻ ഒരു തുണി വെച്ചിട്ട് നമുക്ക് അടിപൊളി ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം വീഡിയോ മുഴുവനായി കാണാം. നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ഹാൻഡ് ബാഗിന് പ്രത്യേകിച്ച് കട്ടിംഗ് ഒന്നും വരുന്നില്ലേ. എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹാൻഡ് ബാഗാണ്. നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കാനുള്ള തുണി ഞാനിവിടെ കട്ട് ചെയ്ത് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ചുരിദാറിൻ്റെ സൈഡ് കട്ട് ചെയ്യുമ്പോഴേ നമുക്ക് 4 പീസായിട്ടുണ്ടാവും കേട്ടോ. അതിൽ നിന്ന് 2 പീസ് എടുത്തിട്ട് കൂട്ടി തയ്ച്ചിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തയ്ച്ചെടുക്കണ ഹാൻഡ് ബാഗിന് വീതി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ 2 പീസാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അതിൻ്റെ സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും 2 പീസും കൂടി ഉണ്ടാവും കേട്ടോ. അതിലത്തെ പീസുകൾ വെച്ചിട്ട് തയ്ച്ചെടുക്കാം. നമ്മൾ തയ്ച്ചെടുക്കുന്ന ഈ ഒരു ഹാൻഡ് ബാഗ് ഒരുപാട് വലിപ്പം കൂടുതലുമല്ല, എന്നാൽ കുറവല്ല. ഇതിന് രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു സൈസിലാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെടുത്തിട്ടുള്ള തുണിയുടെ നീളവും വീതിയും എത്രയാണെന്ന് പറഞ്ഞു തരാം. നമ്മുടെ ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ള തുണിയുടെ വീതി വന്നിട്ടുള്ളത് 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് വീതി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൂടെ നമുക്കൊരു പീസും കൂടി തുണി വെച്ചിട്ട് ആ ഒരു വീതിയിൽ എടുക്കുക. നീളം വന്നിട്ടുള്ളത് 37 ഇഞ്ചാണ് കേട്ടോ. എപ്പോഴും ഈ ഒരു ബാഗ് തയ്ക്കാനായിട്ട് ഇതുപോലെ നീളത്തിലാണ് തുണി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ സൈഡായ കാരണം തന്നെ നമുക്കിതുപോലെ അത്യാവശ്യം നീളം കിട്ടും. അപ്പോൾ നമ്മുടെ 37 ഇഞ്ച് നീളം 13 ഇഞ്ച് വീതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ മോഡൽ ഹാൻഡ് ബാഗ് തയ്ച്ചെടുക്കുമ്പോൾ നീളവും വീതിയും ചെറിയ മാറ്റങ്ങൾ വരുത്തിയാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് തയ്ച്ചെടുക്കാം. അതിൻ്റെ വലിപ്പത്തിൽ മാത്രം ചെറിയൊരു വ്യത്യാസമാണേ വരുള്ളൂ. നമ്മൾ എടുത്തിട്ടുള്ള ഈ ഒരു തുണിയുടെ കറക്റ്റ് സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടെത്തണം. ഇതുപോലെ നടുമടക്കി പിടിച്ചിട്ട് സെൻറ്റർ ഭാഗം നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്കത് ഇതേപോലെ ഞെറിവിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു വട്ടം നമുക്കിതുപോലെ കെട്ടി വെക്കുകയാണ് വേണ്ടത്. ചുരുട്ടി എടുത്തിട്ട് കെട്ടിടണേക്കാൾ നല്ലത് ഇതുപോലെ ഞെറിയിട്ടിട്ട് കെട്ടിടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഇത്തിരി കൂടി നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ടോ നമുക്ക്. നമ്മളിതുപോലെ കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഭാഗം ടൈറ്റ് ആക്കണേക്കാൾ മുപ്പാട് 2 തലപ്പും കറക്റ്റ് ഒപ്പമാണോ എന്ന് നമുക്കൊന്ന് പിടിച്ച് നോക്കാം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു കെട്ടിനെ ഒന്ന് എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും സൈഡിലേക്ക് ഒന്ന് ആക്കിയിട്ട് കറക്റ്റ് ഒപ്പാക്കി വെക്കുക. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ തുണീനെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് തയ്ച്ചെടുക്കുകയാണ് വേണ്ടത്. സൈഡ് വശം തയ്ച്ചെടുക്കുമ്പോൾ നമ്മൾ ആ ഒരു കെട്ടിട്ട ഭാഗത്തും തൊട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കണ്ട കേട്ടോ. താഴ്വശത്ത് നിന്നിട്ട് തയ്ച്ചെടുത്താൽ മതി. ഞാൻ സൈഡ് വശം തയ്ക്കുന്നത് ഒരു 9 ഇഞ്ച് അളവ് വെച്ചിട്ടാണ്. ആ ഒരു അളവിൽ നിന്നിട്ടാണ് കേട്ടോ തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ താഴത്ത് ഇതുപോലെ ടൈപ്പ് വെച്ചിട്ട് മേൽവശത്തേക്ക് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് തയ്ച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു 9 ഇഞ്ച് എന്നുള്ളത് നമുക്കതിൽ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. 7ഓ 8ഓ അങ്ങനെ മാറ്റം വരുത്താം. ഇതേപോലെ അളവ് 2 സൈഡിലും ഒപ്പം മാർക്ക് ചെയ്തിട്ട് അതിൽ കൂടെ തയ്ച്ചെടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗ് തയ്ച്ച് കഴിഞ്ഞിട്ടേ മറച്ചിടുമ്പോൾ കറക്റ്റ് ആ ഒരു ബാഗിൻ്റെ ആ ഒരു വശം ഉണ്ടല്ലോ അവിടെ നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ ചെറിയ അളവിൽ വലിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കയറി ഇറങ്ങി നിൽക്കും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൈഡ് തയ്ക്കുമ്പോൾ കറക്റ്റ് ആ ഒരു അളവിൽ കൂടെ തയ്ക്കാൻ പറയുന്നത്. ചെറിയ സ്റ്റിച്ച് വെച്ചിട്ടാണ് തയ്ക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വട്ടം തയ്ച്ചാൽ മതി. വലിയ സ്റ്റിച്ചാണെന്നുണ്ടെങ്കിൽ 2 വട്ടം തയ്ച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അതിലെന്തെങ്കിലും വെയിറ്റൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വിട്ടു പോരും. അപ്പോൾ വിട്ടു പോരാതിരിക്കാനായിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗിന് കുറച്ചും കൂടി നല്ല കട്ടിയായിട്ട് നല്ല വൃത്തിക്ക് നിൽക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ക്യാൻവാസും ലൈനിങ്ങും എല്ലാം വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഇല്ലെങ്കിൽ വേണ്ട ഇതുപോലെ സിമ്പിളായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചിലവും ഇതൊന്നും വരുന്നില്ല കേട്ടോ. ആ ഒരു തുണി മാത്രമായിട്ട് എടുത്താൽ മതി. നമ്മുടെ ബാഗിൻ്റെ 2 സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ താഴ്വശം കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പം അതിന് മുപ്പാടെ നമ്മുടെ ഈ ഒരു ബാഗ് ഇതേപോലെ വെച്ചിട്ട് തിരിച്ച് വെക്കുക. ഇതേപോലെ വെച്ചതിൻ്റെ ശേഷം വേണം നമുക്കിതിൻ്റെ താഴ്വശം ഒന്ന് തയ്ച്ചെടുക്കാനായിട്ട്. 1ഓ 2ഓ പീസുകൾ തമ്മിൽ കൂട്ടിച്ചേർത്തിട്ട് ഈ ഒരു മോഡലിലുള്ള ബാഗ് തയ്ച്ച് കഴിഞ്ഞാലും യാതൊരു വൃത്തികേടില്ല കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബാഗ് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാഗിൻ്റെ താഴ്വശം തയ്ച്ചെടുക്കാം. തയ്ച്ചെടുക്കണേക്കാൾ മുപ്പാട് കറക്റ്റ് ഒപ്പല്ലേന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും ചെറിയ വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കയറി ഇറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ കേട്ടോ, അതായത് ആ ഒരു ഭാഗത്തിനെ ഒന്ന് ലെവൽ ചെയ്തിട്ട് തയ്ച്ചെടുക്കുക.
നമ്മൾ സ്റ്റിച്ച് ചെയ്യണവരാകുമ്പോൾ ഓരോ ഡ്രസ്സിനായിട്ട് ഓരോ മോഡലിലുള്ള മെറ്റീരിയൽ വെട്ടുമ്പോൾ അതിലൊക്കെ ബാക്കിയായിട്ട് ചെറിയ ചെറിയ പീസുകൾ വരാറുണ്ടല്ലോ. അതൊക്കെ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള തരത്തിലുള്ള ബാഗുകൾ തയ്ച്ചെടുത്താലേ നല്ല നല്ല മോഡലുള്ള ബാഗുകൾ നമുക്ക് നമ്മുടെ കയ്യിലുണ്ടാവും കേട്ടോ. അപ്പോൾ അതായത് പുറത്തേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മാറി മാറി ഒരേ വട്ടം ഒരേ തരത്തിലുള്ള ബാഗുകളൊക്കെ കൊണ്ടുപോകാം. പിന്നെ നമ്മൾ തന്നെ തയ്ച്ചതാന്നൊക്കെ പറയുമ്പോൾ അതിലൊരു സന്തോഷം വേറെ തന്നെയാണല്ലോ. താഴ്വശം നമ്മളിതേ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കതിൻ്റെ സൈഡ് വശം ഇതേപോലെ പിടിച്ചിട്ട് ഒരിങ്ങനെ കോൺ ഷേപ്പില്ലേ ഇങ്ങനെ ആക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഹാൻഡ് ബാഗിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് വേണേ തയ്ച്ചെടുക്കാനായിട്ട്. കോൺ ഷേപ്പിൽ ഇതേപോലെ രണ്ട് സൈഡും തയ്ച്ചെടുത്താൽ തന്നെയാണ് നമ്മുടെ ഈ ഒരു ബാഗിന് ഇതേപോലെയുള്ള ആ ഒരു ഷേപ്പ് കിട്ടുള്ളൂ. ഹാൻഡ് ബാഗിൻ്റെ താഴ്വശത്ത് നമ്മൾ രണ്ട് സൈഡിലും കോൺ ഷേപ്പ് ആക്കുന്നുണ്ടല്ലോ തയ്ക്കാനായിട്ട്. അതൊന്ന് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. ഒന്ന് മനസ്സിലാക്കിയിട്ട് തയ്ച്ചെടുക്കുക. നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗിൻ്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ എല്ലാവർക്കും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഹാൻഡ് ബാഗാണ് ഇത്. ഇനി നമുക്ക് ഈ ഒരു ബാഗിനെ തിരിച്ച് വെച്ചിട്ട് നോക്കാം കേട്ടോ. തിരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ നമ്മുടെ ഈ ഒരു ബാഗ് അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബാഗ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്ലവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. സിമ്പിളായിട്ട് കൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഹാൻഡ് ബാഗിൽ വേറെ ഒന്നും ചെയ്യണ്ട. ഇത്തിരിയും കൂടി അതിനെ മോഡേൺ ആക്കി മാറ്റാനാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഫ്ലവറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ഇതിൻ്റെ തന്നെ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ചെറിയൊരു ബട്ടർഫ്ലൈനാക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് നേരിട്ട് വെച്ചിട്ട് ആ ഒരു ബാഗിൻ്റെ ഒരു വശത്ത് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തുന്നി വെക്കാം കേട്ടോ. അപ്പോൾ 2-3 രീതിയിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടർഫ്ലൈയിൽ നമുക്കൊന്ന് നൂലോ എന്തെങ്കിലും നടുവശത്തൊന്ന് ചുറ്റിയെടുത്തിട്ടേ അതിനാദ്യം വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇതിൻ്റെ മേൽവശത്തേക്ക് വെച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഏത് മോഡലിലുള്ള ഒരു ഐറ്റം തയ്ച്ചെടുത്താലും അതിൽ നമ്മുടേതായ ഒരു ഐഡിയയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും കൂടി കാണാൻ ഭംഗിയുണ്ടാവും. നമ്മുടെ ഹാൻഡ് ബാഗിൽ നമ്മളിതേ ഫ്ലവറും ആ ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈനെയും എല്ലാം നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ തയ്ച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇതേപോലെ പിടിക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മളൊന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുള്ള കാരണം തന്നെ നമുക്കിത് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ പിടിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു മോഡലിൽ തയ്ച്ചെടുത്തിട്ടുള്ള ഹാൻഡ് ബാഗുകൾ അത്യാവശ്യം ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് നല്ലതാണ്. അതായത് നമ്മൾ കവറിലൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുന്നേക്കാളും നല്ലത് ഇതുപോലെയുള്ള ബാഗിൽ വെച്ചിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനൊന്ന് അതിൻ്റെ ഒരു ലുക്ക് തന്നെ വേറെയാണ് കേട്ടോ. ഇതുപോലെയുള്ള ബാഗുകൾ തയ്ക്കാനായിട്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല. അപ്പോൾ ഇതുപോലെ തുണികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ബാഗ് തയ്ച്ച് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രത്തോളം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം.